ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ദിവസം വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരു വൈകുന്നേരമായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം എടുത്താൽ മതി, ഇന്ന് റിലാക്സ് ചെയ്യാം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ചേട്ടൻ വന്നപ്പോൾ ചൂരത്തല കൊണ്ടുവന്നിക്കണു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കൂട്ടുകാർക്ക് കാണിക്കാമല്ലോ. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു തലയായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ചേട്ടനും ശ്രീകുട്ടനും വരുമ്പോൾ ഏകദേശം 10 മണിയാവും കേട്ടോ. അപ്പോൾ പോരുമ്പോൾ മീനൊക്കെ വില കുറവിന് കിട്ടും. അപ്പോൾ വില കുറവിന് കിട്ടുന്ന ദിവസമാണ് ഇങ്ങനെയൊക്കെ വാങ്ങിക്കണത്. അപ്പോൾ ഈ മീനും കുറച്ച് കഷ്ണങ്ങളും എല്ലാതും കൂടി 100 രൂപയ്ക്കാണ് കൊടുത്തതെന്ന് പറഞ്ഞു. ഇപ്പം മീൻ ഇത്തിരി വില കുറവുണ്ട്, പക്ഷേ എന്നാൽ കൂടി ഇത്ര മീനൊന്നും ഒരിക്കലും കിട്ടില്ല 100 രൂപയ്ക്കൊന്നും. അപ്പോൾ അവർ പൂട്ടി പോകണ നേരമായി കൊണ്ട് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ വാങ്ങിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു ദിവസം ഞാൻ 2-3 ദിവസം തലവേദനയായിട്ട് തീരെ വയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് കുറേ അലക്കലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ വൃത്തിയാക്കാനും അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല. എന്താ വെച്ചാൽ അധികം പണികളുണ്ടാകുമ്പോൾ വീഡിയോ എടുത്താൽ നമുക്കൊരു സ്പീഡ് കിട്ടില്ല. പിന്നെ ഇന്ന് മീൻ വറുത്തങ്ങാട്ട് ഒന്നും കറിയില്ലാത്ത ദിവസം ഞാൻ മീൻ വാങ്ങിക്കാൻ പറയും കേട്ടോ. അപ്പോൾ മീൻ വറുക്കാം അന്ന് വൈകുന്നേരം, പിറ്റേ ദിവസത്തേക്ക് മീൻ കറി വയ്ക്കാം. ലാഗാവുന്നുണ്ട് അല്ലേ ശബ്ദത്തിൽ? എനിക്ക് ഭയങ്കര സ്പീഡിൽ സംസാരിച്ച് സ്പീഡൊന്ന് കുറയുമ്പോൾ തോന്നും കൂട്ടുകാർക്ക് ബോറടിക്കാവുമെന്ന് തോന്നും കേട്ടോ. അങ്ങനെ അപ്പോൾ അതിൽ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കുറച്ചെടുത്തിട്ട് ഞാൻ ഫ്രൈ ആക്കാൻ അപ്പം തന്നെ വെച്ചു. ശ്രീകുട്ടന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വേറെ കറിയൊന്നുമില്ല. അവർക്ക് മീൻ വറുത്തുണ്ടായ ധാരാളമാണ് കേട്ടോ ചോറുണ്ണാനായിട്ട്. എനിക്ക് അത്ര പോരാ, എന്നാലും അവർക്കതാവുമ്പോൾ പിന്നെ നമ്മളും കൂടി അഡ്ജസ്റ്റ് ചെയ്യും. വേറെ പണിയാൻ നിൽക്കണ്ടല്ലോ നമുക്ക്. അങ്ങനെ ചേട്ടൻ എന്താ കത്തിയൊക്കെ വരച്ച് ഭയങ്കര ഇതൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. പക്ഷെ എങ്ങനെ മുറിക്കണമെന്ന് ഞാൻ വേണം പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എനിക്കും വലിയൊരു പിടിയൊന്നുമില്ല. അപ്പം ഞാനേ ആദ്യം അതിൻ്റെ വായിൽ വെച്ച് കത്തി ഇങ്ങനെ അങ്ങോട്ട് ഇറക്കാം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നടന്നില്ല. അപ്പം ഞാൻ എടുത്ത് തിരിച്ച് നമ്മൾ ചെറിയ തലകളൊക്കെ അതിൻ്റെ ആ ചുണ്ടുഭാഗം മുറിച്ച് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് മുറിക്കല്ലേ സാധാരണ ചെയ്യുക, അതുപോലെ തന്നെ ഇതും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എക്സോ ബ്ലേഡ് പോലെയുള്ള ഒരു കത്തി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അറക്കണ പോലെ അങ്ങനെ അറുത്തു. പിന്നെ ബാക്കിയുള്ളത് പിന്നെ ചേട്ടൻ ഇങ്ങനെ മുറിക്കുമെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ വെട്ടി മുറിച്ച് പീസുകളാക്കി വെച്ചു. ഞാൻ കഴുകി ഫ്രിഡ്ജിലിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മീൻ ഫ്രൈ ആയി കേട്ടോ. അപ്പോഴേക്കും വെച്ചിരുന്നു എല്ലാവർക്കും. അപ്പോൾ പിന്നെ ഞാനും കൂടി ചോറിനാനായിട്ട് വന്നു. അവർ ചോറിന് തുടങ്ങി. ഞാൻ അപ്പോഴേക്കും അതങ്ങോട്ട് റെഡിയാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും അതൊക്കെ റെഡിയാക്കി മീൻ വറുത്തതും കൊണ്ടുവന്നു. 3-4 പീസ് വീതം എല്ലാവർക്കും കഴിച്ചിട്ടും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും പിറ്റേ ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. ശ്രീകുട്ടൻ ഞാൻ പറഞ്ഞില്ലേ മീൻ വറുത്തുണ്ടായ ഭയങ്കര ഇഷ്ടമാണ്. ആ ചട്ടിയൊക്കെ പറ്റുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. പിന്നെ ആദ്യത്തെ പാത്രം കഴുകി വെക്കണ തിരക്കിലാണ്. പാത്രം വെച്ചാൽ അവനാൻ്റെ ഫുഡ് കഴിച്ചത് അവനാൻ കഴുകുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ വലിയ പാത്രങ്ങളൊന്നുമല്ല. അതൊക്കെ ഒന്ന് പഠിപ്പിക്കുന്നത് നല്ലതാണ്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. അവർക്ക് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടല്ലോ. ഞാൻ ചട്ടിയൊക്കെ എടുത്ത് റെഡിയാക്കി നമ്മുടെ ചൂരത്തല വെക്കാൻ. ശരിക്കും പറയാമെന്ന് വെച്ചാൽ എനിക്കിത് വിറകടുപ്പിൽ ഒറ്റയ്ക്കത്തല അങ്ങനെ തന്നെയില്ല, അങ്ങനെ വെച്ച് കപ്പയൊക്കെ പുഴുങ്ങി ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പ്രതീക്ഷിക്കാണ്ടല്ലേ കിട്ടിയത്. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷനൊന്നുമില്ല, ഇതൊക്കെ തന്നെ. അപ്പോൾ പിറ്റേ ദിവസം ശ്രീകുട്ടനെ ട്യൂഷനുണ്ട്. അപ്പോൾ 6:30 പോകണം കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ചോറ് എന്തായാലും വെച്ചേക്കാറുണ്ട്. അപ്പോൾ ചേട്ടൻ ചോറ് വയ്ക്കണ പരിപാടി നോക്കുകയാണ്, ഞാൻ ഈ മീൻ കറി വയ്ക്കാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. കുറച്ചധികം വെളുത്തുള്ളി വേണം ഇതിലേക്ക്, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ആ വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാട്ട് ഇത്തിരി ഉലുവിട്ട് പൊട്ടിക്കുകയാണ് ആദ്യം തന്നെ. കടുക് തൃശ്ശൂകാർ അങ്ങനെ കടുകിട്ട് പൊട്ടിക്കാറില്ല മീൻ കറിയിൽ. അപ്പം ഞാനത് പൊട്ടിച്ചൊന്നുമില്ല. അപ്പോൾ അതാ ഉലുവിട്ട് ഒന്ന് പൊട്ടട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് അതിലേക്ക് ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ എടുക്കുക കേട്ടോ. എല്ലാതും കൂടിയിട്ട് നന്നായിട്ട് മൊരിയണം. അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ പോലെ ആവണം കേട്ടോ. അതുവരെ ആക്കണം, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ്. പിന്നെ ഇത്തിരി ഒന്നും കൊഴുപ്പ് ചാറിന് നല്ലോണം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരിത്തിരി നാളികേരം എടുത്തെങ്ങാട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി ഒന്ന് മുളക് പൊടിയുടെ കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. എന്നാണ് അവിടെ വയറ് നിറഞ്ഞു കഴിഞ്ഞിട്ട് പട്ടിയിൽ വന്നുണ്ടാ? നിന്നോട് ആരാകത്ത് കയറാൻ പറഞ്ഞ? പുറത്തിറങ്ങ്. അവിടെ ഇരുന്നല്ലാവരും. അതിനിടയ്ക്ക് പൂച്ചകളോടുള്ള വർത്താനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു. പിന്നെ കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചാൽ മതി, അപ്പോഴാണല്ലോ കൂടുതലും മുളക് പൊടി ഇട്ടാൽ ഒരു കൊഴുപ്പൊക്കെ കിട്ടുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുടംപുളി ഇടുന്നത്. അപ്പോൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചാറ് അല്ലെങ്കിൽ കോൽപ്പുളി പിഴിഞ്ഞ് ഒഴിക്കണം എന്നുള്ളവർ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഒരു തക്കാളി ഇട്ടു, ചെറിയൊരു കൊഴുപ്പിന് വേണ്ടി മാത്രം കേട്ടോ, അല്ലാണ്ട് തക്കാളിയുടെ പുളി ഇതിനത്ര ടേസ്റ്റ് അല്ല.
എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ. സവോളയും തക്കാളിയും വഴറ്റി ഇങ്ങനെ മീൻ കറി വെക്കുന്നത് എനിക്കിഷ്ടമില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനൊക്കെ വയ്ക്കുക. ഞാൻ എൻ്റെ രീതി പറയണമെന്ന് മാത്രം. പിന്നെ കുടംപുളിയും കൂടിയും ഒഴിച്ചു. പിന്നെ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ സമയം അത്യാവശ്യമായിട്ടുണ്ട്. ഇനി അതൊക്കെ തിളച്ച് വരുമ്പോഴേക്കും കുറേ ടൈം പിടിക്കും. ആ നേരം കൊണ്ട് കെറ്റിലിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊഴിച്ചു. ഇത്തിരി ഉപ്പും കൂടി ഒഴിച്ചു. മിനിറ്റ് നേരം കൊണ്ട് അത് നന്നായിട്ട് തിളച്ചു കേട്ടോ. പിന്നെ ഇതൊക്കെ ആ കഷ്ണങ്ങളും തല മുറിച്ചതും എല്ലാതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. മുങ്ങി കിടക്കണ വിധത്തിൽ മൂടി വെച്ച് അങ്ങോട്ട് ഈ തിളച്ചേപ്പൻ ഒരു അരമണിക്കൂറും കൂടി ഞാനിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചു കേട്ടോ. വെന്തില്ലെങ്കിലോ അത്യാവശ്യം ചിലതൊക്കെ നല്ല വലിയ പീസുകളുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് വെന്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചു. പിന്നെ ഞാൻ വേഗം വാതിലടച്ചു. 11 മണി കഴിഞ്ഞു. ചേട്ടൻ കുളിക്കാൻ പോയിട്ട്. അപ്പോൾ എനിക്ക് വാതിൽ തുറന്നിടാൻ പേടി തോന്നി, പൂച്ചകളുണ്ടെങ്കിലും. അപ്പോൾ ഞാൻ പിന്നെ വേഗം വാതിൽ കുറ്റിയിട്ടിട്ട് പിന്നെ ഇരുന്നു. അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും ചേട്ടൻ്റെ കുളി കഴിഞ്ഞ് വന്നു. പിന്നെ ഞാനും കുളിക്കാനായിട്ട് പോയി. ഇതൊക്കെ റെഡിയാക്കിയതല്ലേ, കുളിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ വേഗം പോയി കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും നന്നായിട്ട് വെട്ടി തിളച്ചു. അങ്ങനെ അവസാനിപ്പിക്കാറായി കേട്ടോ. എന്നാലും ഞാൻ പിന്നെയും കുറച്ച് നേരം കൂടി ഇട്ട് തിളപ്പിച്ചു. പിന്നെ ചേട്ടൻ എന്ത് കിട്ടിയാലും ഫസ്റ്റ് ടേസ്റ്റ് നോക്കണം. അത് കാരണം ടേസ്റ്റ് നോക്കണം. നമ്മുടെ ടെസ്റ്റർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിങ്ങനെ വറ്റിച്ച് നല്ല കൊഴുപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, നാളികേരം വറുത്തരച്ച് വേണമെങ്കിൽ കുറച്ചൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കാട്ടാട്ട് അങ്ങനെയൊക്കെ. ചേട്ടന് വേണ്ടാന്ന് പറഞ്ഞു, നാളികേരം അരയ്ക്കണ്ടെന്ന് പറഞ്ഞു. ചെരുകിയതായിരുന്നു കേട്ടോ. ഞാൻ ടീഷർട്ട് ഇട്ട കാരണം കൊണ്ടാണ് മുന്നിലേക്ക് വരാത്തത് കേട്ടോ. അപ്പോൾ ചേട്ടൻ പൊറോട്ടയല്ല, ചപ്പാത്തി ഉണ്ടായിരുന്നു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അത് കഴിച്ചോന്ന് ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ അതും കൂടി മുക്കി കഴിച്ചു. ചാറ് ടേസ്റ്റ് നോക്കി, ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ആളാണ് കേട്ടോ ചേട്ടൻ. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും തിളച്ചിന് ഇത്തിരി കറിവേപ്പിലിട്ട് കണ്ടിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടു കേട്ടോ. പിന്നെ ചപ്പാത്തി മീൻകറിയും ടേസ്റ്റൊക്കെ തന്നെയാണ്. പിന്നെ നമുക്കെപ്പോഴും ഇഷ്ടം കോമ്പിനേഷൻ ചിക്കനും ബീഫൊക്കെ തന്നെയാണല്ലോ. മീൻകറി അടിപൊളിയാണ് കേട്ടോ. അത് ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി പിറ്റേ ദിവസം വലിയൊരു ജോലികളെന്ന് പറയാനില്ല. പിന്നെ ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല. വേഗം പോയി കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വേഗം പോയി കിടന്നുറങ്ങിയിട്ടോ. ഇന്ന് എഡിറ്റിംഗ് ഉള്ള ദിവസമായിരുന്നില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ ശ്രീകുട്ടനെ മീൻ വറക്കാത്തതിൽ വീണ്ടും വിഷമായി. അപ്പം ഞാൻ ഒരു മുട്ട നന്നായിട്ട് കൊത്തി പൊരിച്ച് ചോറിലിട്ട് ഒരിത്തിരി അച്ചാറും കൂടി ഇട്ടു. അപ്പോൾ മുട്ട പൊരിച്ചത് ചോറിലിടുമ്പോഴേ നല്ല ടേസ്റ്റാണ് ഉച്ചയ്ക്ക് ആ ചോറുണ്ണാനായിട്ട്. പിന്നെ മീൻ കറിയും കൂടി ആക്കി കൊടുത്തു. അപ്പോൾ പിന്നെ അടിപൊളിയായില്ലേ. പിന്നെ വേഗം വെള്ളമൊക്കെ നിറച്ച് അവനെ സെറ്റാക്കി വെച്ചു. രാവിലെ ആയപ്പോഴേക്കും മീൻ കറിയുടെ ഒരു ഭംഗി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ശരിക്കും പറയാൻ വെച്ചാൽ കപ്പ വേണ്ടതായിരുന്നു തോന്നി. മറന്നുപോയി കേട്ടോ. പിറ്റേ ദിവസം വൈകുന്നേരം വന്നപ്പോഴേക്കും ഞാൻ കപ്പ വാങ്ങിക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ പിന്നെ രക്ഷയില്ല. അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി ശ്രീകുട്ടനെ കൊടുത്ത് അപ്പോഴേക്കും ചേട്ടൻ്റെ ചോറ് ഞാൻ പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അത് കവറിലാക്കി കണ്ടിട്ട് ബാഗിലേക്ക് വെക്കാനാണ്. ശ്രീകുട്ടനെ എല്ലാം ഇതും ബാഗിലേക്ക് തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. നേരത്തെ പോകുമ്പോൾ തിക്കും തിരക്കല്ലേ. 6 മണിക്കാണ് ഞങ്ങൾ എഴുന്നേറ്റിട്ടുള്ളൂ. 6:30 ഇറങ്ങാണ്. പിന്നെ ചേട്ടനും പിന്നെ ഒരു ചപ്പാത്തി അങ്ങോട്ട് എടുത്ത് കഴിക്കുക, ചോറ് അങ്ങോട്ട് എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തു. ശ്രീകുട്ടൻ ഇത്തിരി ചോറുണ്ട് കേട്ടോ. എന്ത് പറ്റിയാവോ, അല്ലെങ്കിൽ ചിലപ്പോൾ മുട്ട പുഴുങ്ങിയത് മാത്രം കഴിച്ചിട്ടൊക്കെ പോവാറ് പതിവ്. ഇന്ന് ഇത്തിരി ചോറുണ്ടു. പിന്നെ ചേട്ടൻ വണ്ടി എടുത്തിട്ട് അവനെ കൊണ്ടുപോക്കി നേരെ ജോലിക്ക് പോവുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള സമയം ഉണ്ടാവില്ല. നെല്ലിക്കുന്നിലാണ് അവൻ ട്യൂഷൻ എടുക്കുന്ന സ്ഥലം. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് വഴിയുണ്ട്. പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരാൻ ചേട്ടന് പറ്റില്ല കേട്ടോ. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു, തിരിച്ച് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്യില്ല. വൈകുന്നേരം ഞാൻ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വ്ളോഗ് എടുത്തതാണ്. അപ്പോൾ അങ്ങനെ വന്ന വഴി ഞാൻ വേഗം മീൻകറിക്ക് തീ കത്തിച്ചു. മീൻകറിക്ക് റെഡി ആയിട്ടിരിക്കുന്നതാണ്. പക്ഷേ ഒന്ന് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചോറുണ്ട്, എന്നാലും നമ്മുടെ പൂച്ചകൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ജോലി കഴിഞ്ഞ് വരുമ്പോൾ അപ്പം തന്നെ ഡ്രസ്സ് മാറി വരുന്നതാണ് നല്ലത്, നമ്മുടെ ഡ്രസ്സ് കേടാവാണ്ടൊക്കെ ഇരിക്കാനായിട്ട്. പക്ഷേ എന്നാലും ആ പൂച്ചകളുടെ കരച്ചിലും ഇതൊക്കെ കാണുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടല്ലേ. അത് കാരണം കൊണ്ട് ഞാനത് കൊടുത്തു. നോക്കിയോ, കഞ്ഞെള്ളം കട്ടയായിട്ടിരിക്കണം. അപ്പോൾ അത് വേഗം കൊണ്ട് കളഞ്ഞ് ഞാൻ വേഗം അത് എടുത്തുകൊണ്ട് വന്ന് ചോറൊക്കെ പകർത്തി പിന്നെ അതും കൂടി തിളപ്പിക്കും. ചോറിത്തിരി എന്താ പറയുക, ഭയങ്കരമായിട്ട് മൂരയ്ക്കാന്ന് പറയില്ലേ, എടുക്കുമ്പോൾ നല്ല വേവൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും അതാകെ അങ്ങോട്ട് മൂരച്ചിട്ട് ഒരു എന്തോ പോലെ ഇരിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും തിളപ്പിക്കാം. അപ്പോൾ വന്ന വഴി ചോറ് അടുപ്പത്ത് വെച്ച് കറി, ഇന്നലത്തെ മീനിൻ്റെ തലക്കറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കാൻ വെച്ചിട്ടോ. ചൂടാക്കണം നിർബന്ധമില്ല, എങ്ങാനും കേടായാലൊന്ന് പേടിച്ചിട്ട് കോരി എടുക്കണം തന്നെ നമ്മൾ. അങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആദ്യത്തെ കുളിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. പൂച്ചകൾക്ക് ചോറ് കൊടുത്ത് കഴിഞ്ഞ് അപ്പോൾ റിലാക്സ് ആയിട്ട് ഡ്രസ്സ് മാറല്ലേ, സമാധാനമായിട്ട്. അല്ലെങ്കിൽ പിന്നെ ചോറ് വേണോ അങ്ങനെയൊക്കെയുള്ള പൂച്ചകൾ അവിടെ ഇരുന്ന് കരയിന്. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നു എനിക്ക്. അപ്പോൾ അതിലും ഭേദം ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഓടി വന്ന് വലിയ മേല് നമ്മുടെ ഡ്രസ്സുമേ ആവാനുള്ളതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 പാത്രമുണ്ട്, അതൊന്ന് കഴുകി തുണികളൊക്കെ ഒന്ന് വെച്ചിടണം കേട്ടോ. അതിനുള്ള പരിപാടിയാണ്.
അപ്പോൾ ഓക്കെ, കൂട്ടുകാരോടൊന്ന് ഇടയ്ക്ക് സംസാരിക്കണം തോന്നിയിട്ട് അതാണ് ഇപ്പോൾ ഇടയ്ക്ക് നേരിട്ട് സംസാരിക്കുന്നത്. കോണ്ടാക്ട് ചെയ്യാൻ എന്താ വഴിയെന്ന് ഒരു കമൻറ്റ് കണ്ടു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറും അഡ്രസ്സും ഡീറ്റെയിൽ നമ്മുടെ ചാനലിലേക്ക് ഡീറ്റെയിൽ എപ്പോഴും മിക്ക വീഡിയോ റെഡിയിലും കൊടുക്കും. പിന്നെ മറന്നു പോയാൽ മാത്രമാണ് അത് കൊടുക്കാനായിട്ട്, വിട്ടു പോയാൽ മാത്രം കേട്ടോ. ഏറെക്കുറെ ഷോർട്ട് വീഡിയോ ആയാലും എല്ലാ വീഡിയോയുടെ ഉള്ളിലും എൻ്റെ ഫോൺ നമ്പർ ഉണ്ടാവും കേട്ടോ, കോണ്ടാക്ട് ചെയ്യാൻ. അപ്പോൾ വിളിക്കാൻ വെച്ചാൽ ഒരു സമയം സൺഡേയിലായാലും നമുക്ക് തിരക്കൊക്കെ തന്നെയല്ലേ, പരമാവധി വാട്സപ്പിൽ മെസ്സേജ് ഇടുക. വിളിക്കാനിപ്പോൾ ജോലി കഴിഞ്ഞ് നടന്നു വരുമ്പോഴൊക്കെ വെച്ചാൽ ഞാൻ കൂടുതലും കോൾ എടുക്കാറ് പതിവുള്ള, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ സൺഡേയിലാകുമ്പോൾ ഒഴിവുള്ള സമയമാണ്, നമുക്ക് വേറെ പണികൾ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ആയാലും എടുക്കാറുണ്ട്. വേറെ തിരക്കിലൊന്നും അല്ലെങ്കിൽ സൺഡേയിലായാലും ഫോൺ എടുക്കില്ല. സൺഡേയിൽ നമുക്ക് ഇത്തിരി ഒരു ഉച്ചയാകുമ്പോഴേക്കൊക്കെ അല്ല ഒന്ന് ഫ്രീ ആവുള്ളൂ. അങ്ങനെ കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. തലേദിവസം ഞാൻ കുറേ കഴുകിയിട്ടുണ്ടായിരുന്നു എന്ന് പറയില്ലേ, അപ്പോൾ വെയിലത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഫുള്ള് ഉണങ്ങിയിട്ടില്ല. നാളെയും കൂടി പിന്നെ അധിക സ്ഥലം ഇല്ലാണ്ട് മഴ പെയ്യാത്തോടത്തേക്ക് ഇടുമ്പോഴേ കുറേ തുണികളുണ്ടായിരുന്നു. 2-3 ദിവസം തലവേദനയൊക്കെ ആയിട്ട് ഇരുന്ന കാരണം ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസം തലവേദനയായിരുന്നു. അപ്പോൾ പിന്നെ ആ 3 ദിവസത്തെ അലക്കാനുണ്ടായിരുന്നു, അത് മുഴുവനുണ്ട്. അപ്പോൾ നല്ലോണം നീർത്തിയിട്ടില്ലെങ്കിൽ ഇനി അതൊക്കെ ചുളിയും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് അഴകെട്ടി അങ്ങനെ ഇട്ടു കേട്ടോ. പിന്നെ നിലത്ത് വിരിക്കാനായിരുന്നില്ല, ഇങ്ങനെ അഴകെട്ടിയിടുമ്പോൾ അതങ്ങടെ ഒതുങ്ങി അവിടെ കിടന്നോളും. വലിയ സ്മെല്ലെടുക്കുക ഒന്നുമില്ല കേട്ടോ. വാതിലൊക്കെ തുറന്നിട്ട് ഫാനിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി നല്ല ഫ്രഷായിട്ടാണ് കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പം ഞാൻ ആ നേരാകുമ്പോൾ കയറെടുത്ത് കെട്ടി, ഒരു കുളത്തുണ്ട്, ബാക്കിയുള്ളതൊക്കെ കയറെടുത്ത് കെട്ടി അങ്ങനെ ഇങ്ങനെ ഇടുകയാണേട്ടാ ചെയ്യുക. പിന്നെ ഞാൻ വാതിലൊക്കെ അടച്ച് അടുക്കളയിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അടുക്കളയിൽ എത്തി ഞാൻ. അപ്പോഴേക്കും വീണ്ടും കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ടു. അപ്പോൾ അതാ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ, നേരെ ഫ്രണ്ടിൽ ആ വീട് കാണുന്നതല്ല കേട്ടോ, തൊട്ടപ്പുറത്ത് ഒരു വീടുണ്ട്. അപ്പോൾ ആ വീട്ടിലത്തെ കുട്ടി വന്നിട്ട് അതാ പായസവും ഗണപതി ഹോമം ഭഗവതി സേവയോ അങ്ങനെയൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രസാദം കൊണ്ടു തന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അപ്പം തന്നെ ഒരു ടീസ്പൂൺ എടുത്ത് കഴിച്ചു, ബാക്കിയുള്ളത് അവിടെ മൂടി വെച്ചു കേട്ടോ. അവരൊക്കെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നല്ല ടേസ്റ്റ് അല്ലേ അമ്പലത്തിലെ പായസം കിട്ടുക എന്ന് പറയുന്നത്, അത് ആ ഒരു ടീസ്പൂൺ കഴിക്കുമ്പോൾ തന്നെ അടിപൊളിയാണ്. അപ്പം അങ്ങനെ അതവിടെ തന്നെ മൂടി വെച്ചു, അടുക്കളയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിന്നില്ല, അവിടെ മീൻകറിക്ക് ഇരിക്കണതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോന്നു. പിന്നെ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സ് മാറലും പരിപാടിയും തുണികളിലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ചോറ് കുറേ നേരം തിളച്ചു. ഒന്നും കൂടി ഒന്ന് വെന്ത പോലെയായിരുന്നു മാത്രം, അത് വല്ലാണ്ട് വേവണില്ല കേട്ടോ എത്ര നേരം തിളപ്പിച്ചിട്ടും. അപ്പോൾ അത് കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയിട്ട് ഊറ്റി കൊണ്ടുവരും. ഇന്ന് ചോറ് ഇട്ടത് ഇത്തിരി കൂടിപ്പോയി തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ചപ്പാത്തി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2 നേരവും ചപ്പാത്തി ആയിരുന്നു ഒന്ന് കഴിച്ചിരുന്നത്. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം, ചപ്പാത്തി ഉണ്ടായിരുന്നല്ല. അപ്പോൾ അങ്ങനെ ചോറ് കുറച്ചധികം ഇന്ന് ബാലൻസ് ഉണ്ട്. അപ്പോൾ പിറ്റേ ദിവസം കുറച്ച് വെച്ചാൽ മതി. ചോറ് പിന്നെ അന്നങ്ങില്ല കേട്ടോ, അതേപോലെ ഇരിക്കുന്ന ചോറ. എത്ര ദിവസം വേണമെങ്കിലും എടുത്ത് വയ്ക്കാൻ തോന്നുന്നു, അത് കേടാവില്ല, അത്രയും കേടാവാത്ത ചോറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പകർത്തി വെച്ച് കഴിഞ്ഞ് പിന്നെ വേഗം പാത്രങ്ങൾ കഴുകി വെച്ചു. 2 പാത്രങ്ങളേ ഉണ്ടായുള്ളൂ, കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് അച്ചാറിടാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. ഇതാകെ അലങ്കോലമായിട്ട് കിടന്നിട്ട് നമ്മൾ അച്ചാറിടാൻ നിൽക്കുമ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ പണിയില്ലേ എന്നൊരു സങ്കടം തോന്നും. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ അപ്പം തന്നെ ആ വാഷ് ബേസിനല്ല നമ്മുടെ സിങ്കും കൂടി ഒന്ന് തേച്ച് കഴുകിയിട്ടു അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. ഇനി അച്ചാറിടാനുള്ള പരിപാടിയാണ്. 2-3 കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 3-4-5 പച്ചമുളക് കൂടുതൽ ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ അധികം പച്ചമുളക് ഉണ്ടായിരുന്നില്ല. കുറച്ച് കറിവേപ്പിലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് ക്രഷ് ചെയ്തിടണം. പച്ചമുളക് ക്രഷ് ചെയ്യേണ്ട, ബാക്കിയുള്ളതൊക്കെ കേട്ടോ. പിന്നെ ഇത്രയും ചെമ്മീനാണ് ഞാൻ എടുക്കുന്നത്. എന്തോരം അളവ് എന്ന് എനിക്കറിയില്ല. 100 രൂപയുടെ ചെമ്മീനാണ് കേട്ടോ. ഹോൾസെയിലായിട്ട് ചേട്ടൻ്റെ ഷോപ്പിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അവിടെ നിന്ന് അയാൾ വരുമ്പോൾ വാങ്ങിക്കണതാണ്. അപ്പോൾ കുറേ നാളായി ഞാൻ ചെമ്മീൻ അച്ചാറിടണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ സമയവും കാലവും സാധനങ്ങളും ഒക്കെ ഒത്തു വന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ആ ചീനച്ചട്ടി വച്ചിട്ടുണ്ട്. അതിലേക്ക് സ്വർണ്ണം നല്ലെണ്ണ, അല്ലെങ്കിൽ ഇതേ നല്ലെണ്ണ എന്നൊക്കെ പറയില്ലേ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ചെമ്മീൻ പൊട്ടിച്ച് ഒന്ന് ചേറി എടുക്കണം കേട്ടോ. അതിൽ നിറയെ പൊടി ഉണ്ടാവും, അല്ലെങ്കിൽ കക്ക പോലെ കുഞ്ഞ് കക്ക പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ചേറി എടുത്തിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. നമുക്ക് കൈയിട്ട് ഇങ്ങനെ ആക്കാനൊന്നും പറ്റില്ല എന്ന് വെച്ചാൽ ചെമ്മീൻ കുത്തും. ശരിക്കും പറയാൻ വെച്ചാൽ അതിൻ്റെ വാലും തലയൊക്കെ മുറിച്ചെടുത്ത് അച്ചാറുകൾ കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ അത് ഇത്രയും പെരുത്തിരുന്ന് നുള്ളാനൊന്നും വീട്ടിലിരിക്കുന്നവർക്കേ പറ്റൂ, അല്ലാണ്ട് വീട്ടിലിരിക്കുന്നവർക്ക് പണിയില്ല എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്.
അവർക്കും ഇഷ്ടം പോലെ പണിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴുകിയെടുത്ത് എണ്ണ ഒഴിച്ചേക്കിട്ട് വറുത്ത് എടുക്കുകയാണ് കേട്ടോ. വറുത്ത് കോരിയെടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു ചൗ പോലെ ഇരിക്കും. നമ്മളിപ്പോൾ മീനും ഇറച്ചിയൊക്കെ അച്ചാറിടില്ലേ, അതേപോലെയൊക്കെ തന്നെ ബീഫൊക്കെ ഇടുന്ന പോലെ തന്നെ തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ആവണ നേരം കൊണ്ട് നമുക്ക് വെളുത്തുള്ളിയും സാധനങ്ങളൊക്കെ ഞാൻ നന്നാക്കി എടുത്തു. അതൊക്കെ എടുത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ക്രഷ് ചെയ്തുള്ളൂ, പേസ്റ്റ് ആക്കിയില്ല, ക്രഷ് ചെയ്തുള്ളൂ. പക്ഷെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണമെങ്കിൽ ക്രഷ് ചെയ്തെടുക്കുകയാണ് നല്ലത്. പേസ്റ്റ് ആക്കുമ്പോൾ കുറേ നേരം പിടിക്കും അത് മുരിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോഴേക്കും ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അത് കോരി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇതിലിത്തിരി എണ്ണയൊക്കെ കുടിക്കും, സാരില്ല. എന്താ വെച്ചാൽ എണ്ണ നമുക്ക് എന്തായാലും അച്ചാറിൽ നന്നായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ പിന്നെ അതിൽ കുടിക്കുന്നത് അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചു. നമ്മുടെ കണ്ടപ്പം വിചാരിച്ചു ഞാൻ ഇവിടെ എന്തോ പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെമ്മീൻ്റെ മണം വരില്ലോ, അവിടെ ബഹളമാണ് കേട്ടോ. പിന്നെ വീണ്ടും കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തു. വേണമെങ്കിൽ കടുക് ഒന്നിട്ട് പൊട്ടിച്ചോളൂ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കടുക് ക്രഷ് ചെയ്താൽ ചേർക്കുക ഫ്രൈ ആക്കിയിട്ട്. അപ്പോൾ കായം പൊരിച്ചെടുത്തു. പിന്നെ വേറൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഇതിൽ കടുകും ഉലുവയും, കടുകിൻ്റെ പകുതി മാത്രം ഉലുവ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. പൊട്ടിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞ് അത് നമുക്ക് ഒരുമിച്ച് ചൂടാറാൻ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതെന്തായാലും അവിടെ ഇരുന്ന് ചൂടാറിക്കോട്ടെ. നമുക്കപ്പോഴേക്കും അടുത്ത പരിപാടി തുടങ്ങാം. ചീനച്ചട്ടിയിലേക്ക് ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ഈ നേരത്തെ ചേർക്കണം കേട്ടോ. ഞാൻ വിട്ടുപോയത്. പിന്നെ കാശ്മീരി മുളക് പൊടി ലാവിഷായിട്ട് അങ്ങോട്ട് ചേർക്കേണ്ടി വരും, അത് ഇട്ട് കൊടുത്തു. ചിലരൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കണവരുണ്ട്, ഞാൻ അച്ചാറിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഇടാറില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മൊരിയണ വരെ ഒന്ന് മൂപ്പിച്ചു. പിന്നെ പച്ചമുളക് ഇടാൻ മറന്നു എന്ന് പറഞ്ഞില്ല, ഈ ഒരു സമയത്ത് ഇട്ടു. പിന്നെ മുളകൊക്കെ മൊരിഞ്ഞു വന്നപ്പോഴേക്കും പച്ചമുളകും കൂടി മൊരിഞ്ഞു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ അതിലേക്ക് വിനാഗിരി എന്തായാലും വേണം, ചെമ്മീനല്ലേ അതിൽ പുളിയില്ലല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. കുറച്ച് ഒഴിച്ചു കൊടുക്കുക, ബാക്കി ലാസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് 2 ദിവസം വച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തന്നെ അത്ര അങ്ങനെ ഉള്ളിലേക്ക് പിടിക്കണില്ല. അത് ഉപ്പും കൂടി ഇട്ടു. പിന്നെ ഈ പൊടിച്ച് വെച്ചില്ലേ ഉലുവയും കായവും കടുകും കൂടിയും പൊടിച്ച് വെച്ചില്ലേ അതും കൂടി ഇട്ട് കൊടുത്തു, മിക്സ് ചെയ്തു. പിന്നെ ചെമ്മീൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. ലൂസ് വേണമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുക, അപ്പം നമുക്ക് ചാറോടുകൂടി കിട്ടും. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ തന്നെ എടുക്കുക ചെയ്തത്. എന്ത് അച്ചാറിട്ടാലും എനിക്ക് അപ്പം തന്നെ ഇത്തിരി ചോറുണ്ണണം, ആ അച്ചാർ മാത്രം കൂട്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഇത്തിരി ചോറെടുത്ത് അങ്ങനെ ചോറുണ്ണാട്ട് ആണ് കേട്ടോ, അച്ചാറും കൂട്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോകരുത്. ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനൊക്കെ മറന്നു പോകണ കുറേ കൂട്ടുകാർ ഇപ്പോൾ ഉണ്ട്, സമയമില്ലാണ്ടാന്നൊക്കെ പറഞ്ഞു. എന്നാലും ഒരു ലവ് എങ്കിലും ഇടാം കേട്ടോ. എൻ്റെ ഒരു സന്തോഷത്തിന് കൂട്ടുകാർ കമൻറ്റ് ഇടുമ്പോഴാണ് കൂടുതൽ എനിക്കൊരു സന്തോഷം തോന്നാറ്. അപ്പോൾ മറക്കണ്ട ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും. അപ്പോൾ ഇനി